സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Welcome to my channel. So last class what we were discussing about ionic bond, covalent bond. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം കമൻസിൽ നിങ്ങൾ ഡൗട്ടൊന്നും കണ്ടിട്ടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ? അപ്പം ഇത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മളിനിപ്പോൾ ക്ലാസ് 10 പോകുമ്പോഴും 11 പോകുമ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോഴും നമ്മുടെ മനസ്സിൽ വരണം ഈ ഓരോ കോൺസെപ്റ്റും. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. നമ്മളൊരു സ്റ്റോറി പോലെ പറഞ്ഞു തരാം. അപ്പം ആദ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞതിന് പിന്നെ എപ്പോഴാണ് ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വരിക? നിങ്ങൾക്കിപ്പോൾ അറിയാം, ഒരാറ്റത്തിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പർ ഈക്വൽ ആണ് അല്ലേ? പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും, അതായത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പർ ഈക്വൽ ആണ്. എപ്പോഴെങ്കിലും ഇലക്ട്രോണിൻ്റെ നമ്പർ അധികമാവുമ്പോഴാണ് അവർക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുക. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴോ ഏതോ ഒരു എലിമെൻറ്റിന് ഇലക്ട്രോൺ അധികം കിട്ടുമ്പോഴാണ് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നതെന്ന് അറിയാലോ. അപ്പോൾ അത് ആ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. അപ്പം ഇനി എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 2 പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ നല്ല ഫിസിക്കായിട്ടുള്ള, പിന്നെ നല്ല പവറൊക്കെ ഉണ്ട്, നല്ല തടിയൊക്കെ ഉണ്ട്, നല്ല എനർജിയുള്ള ഒരാളും. ഇവിടെ ഇരിക്കുന്ന ആൾ അത്ര പവറൊന്നും ഇല്ല. അപ്പോൾ 2 പേർക്കും കൂടെ ഒരു 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 ബുക്കുണ്ട്. അപ്പോൾ ഇവർ 2 പേരെയും നടുക്കാണ് ഇരിക്കുന്നത് ഈ ബുക്ക്. അപ്പോൾ 2 പേരും എന്ത് ചെയ്യുക? 2 പേരും വലിക്കുകയാണ് കേട്ടോ. 2 പേരുടെയും നടുക്കുണ്ട്, 2 പേരും വലിക്കുന്നുണ്ട്. ആരുടെ സൈഡിലേക്കായിരിക്കും ബുക്ക് വേഗം പോവുക? നല്ല ഫിസിക്കായിട്ടുള്ള ആളുടെ സൈഡിലായിരിക്കും ഈ ബുക്ക് പോയിട്ട് നിൽക്കുക അല്ലേ? 2 കയ്യിലും ബുക്കില്ല, പക്ഷെ 2 പേരും വലിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും? 2 ഈ ആളുടെ കയ്യിലായിരിക്കും ബുക്കിൻ്റെ മെജോറിറ്റി, അതായത് കൂടുതൽ അടുത്തേക്ക് നിൽക്കുന്നുണ്ടാവുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ബോണ്ട് ഫോം ചെയ്യണ സമയത്ത്. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 2 ആറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? 2 ആറ്റങ്ങളുണ്ട്, എയും ബിയും. ഇവർ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. കോവലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, ബോത്ത് ആർ ഷെയറിങ് ദെയർ പെയർഡ് ഇലക്ട്രോൺ. 2 പേരും കൂടെ അവരുടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണിൻ്റെ മേത്തേക്കുള്ള അട്രാക്ഷൻ 2 പേർക്കും ഉണ്ടല്ലോ, അട്രാക്ഷൻ അല്ലേ? 2 പേർക്കും എന്തുണ്ട്? ആ ഒരു ഇലക്ട്രോൺ ബോണ്ടിങ് പെയർ അല്ലെങ്കിൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ മുകളിലൊരു അട്രാക്ഷൻ ഉണ്ട്. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയാണ്. എന്താണ്? ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട്. ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് എ പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഒരു ടെൻഡൻസി എന്തിന്? ഇലക്ട്രോൺ പെയറിന് അല്ലെങ്കിൽ ഒരു ബോണ്ടഡ് പെയറിന്, ബോണ്ട് ചെയ്തിരിക്കുന്ന പെയറിന് അല്ലെങ്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് എ ഷെയർഡ് ഇലക്ട്രോൺ പെയർ ഓർ എ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കോവലന്റ് ബോണ്ടിൽ എന്താണ് സ്പെഷ്യാലിറ്റി? കോവലന്റ് ബോണ്ടിൽ നമുക്കറിയാം ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ബോത്ത് ആറ്റംസ് ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട്. ബോത്ത് ആറ്റംസ് ഹാവ് എ ടെൻഡൻസി ടു attract that electron pair and that tendency is known as electronegativity. ഇനി എന്താണെന്നുള്ള കുറച്ചുകൂടെ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ ഇലക്ട്രോവലന്റ് ബോണ്ടിൽ നമുക്കറിയാം ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ബോണ്ടിങ് അല്ലേ? ബോണ്ടിങ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താവും? ഈ 2 ആൾക്കാർക്കും ഒരു എബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ടാവും ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. ആ ഒരു ടെൻഡൻസിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കുറേ ഹ്യൂമൻ ബീങ്സിലെ കുറേ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറേ കുട്ടികളുണ്ടാവും. എല്ലാവർക്കും ഒരേ സ്ട്രെങ്ത് ആണോ? ഇല്ല. കുറച്ചുകൂടെ നല്ല മെലിഞ്ഞ ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല കമ്പയർ ടു ഫാറ്റ് പീപ്പിൾ. കുറച്ചുകൂടെ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ആകുമ്പോൾ പെട്ടെന്ന് നല്ല പവർ ഉണ്ടാവും ചിലതൊക്കെ വലിച്ചു മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ. അതേപോലെയാണ് നമ്മുടെ എലിമെൻറ്റ്സ്. ഓരോ എലിമെൻറ്റ്സ്, അതായത് ഓരോ ആറ്റത്തിനും
പല ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. അതായത് ഇലക്ട്രോണിൻ്റെ അട്രാക്റ്റ് ചെയ്യാനുള്ള പല ആറ്റത്തിനും പല ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ പല വാല്യൂസാണ്. അപ്പം പല സയൻറ്റിസ്റ്റുകളും ഈ ഓരോ എലിമെൻസിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ടെൻഡൻസി, ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ അവർ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ ദേ ഫൗണ്ട് ദാറ്റ് ഓൾ ദ എലിമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമ്മളെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന എല്ലാ എലിമെൻസിനും പല ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് നമ്പേഴ്സ്, കുറേ നമ്പേഴ്സാണ്. അതായത് ഇവരെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവരൊരു സ്കെയിൽ കൊണ്ടുവന്നു. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുന്ന പോലത്തെ സ്കെയിൽ, സെറ്റ് ഓഫ് നമ്പേഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ഓർഡർ ടു ടെൽ ഈ ഒരു എലിമെൻറ്റിന് ഇത്രയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ ഈ ഒരു എലിമെൻറ്റിന് ഇത്രയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അങ്ങനെ പല സയൻറ്റിസ്റ്റുകളും പഠിച്ചു. അങ്ങനെ ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ആരാണ് ലിനസ് പോളിംഗ്, അദ്ദേഹത്തിൻ്റെ സ്കെയിലാണ് ഇപ്പോഴും പ്രിഫേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ലിനസ് പോളിങ്ങിൻ്റെ സ്കെയിൽ സിസ്റ്റം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓൾ ദി എലിമെൻറ്റ്സ് റേഞ്ച് ഫ്രം 0 to 4. 0 മുതൽ 4 വരെയാണ് ഓൾമോസ്റ്റ് ഓൾ ദി എലിമെൻറ്റ്സിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി. ചില ആൾക്കാർക്ക് 0.2 ആയിരിക്കും, ചില ആൾക്കാർക്ക് 0.3 ആവാം, ചിലർക്ക് 0.327 ആവാം. അങ്ങനെ പല വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് ഓൾമോസ്റ്റ് ഓൾ ദി എലിമെൻറ്റ്സിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ വാല്യൂ വരുന്നത് 0 to 4 ആണ്. ആൻഡ് ദാറ്റ് സ്കെയിൽ, ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്കെയിലാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാവും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദി ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് എ pair of electron towards itself. Different elements have different electronegativity. Linus Pauling introduced the electronegativity scale and it ranges from 0 to 4. കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് എലിമെൻസും അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും വെച്ചിട്ട് ബോണ്ടിങ് നോക്കാം. എങ്ങനെയൊക്കെയാണ് അവർ ബോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു റോ ഓഫ് എലിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, ഓരോ എലിമെൻസിനും പല വാല്യൂസാണ് അല്ലേ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പം അങ്ങനെ നോക്കിയപ്പം ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻ്റ് ആരാണ് നമ്മളെ പീരിയോഡിക് ടേബിളിൽ? ഫ്ലൂറിൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞ ആളാണ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓർ ദ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇൻ ദ പീരിയോഡിക് ടേബിൾ. ആരാണ്? ഫ്ലൂറിൻ ഇസ് ദി മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അപ്പം നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറേ കോമ്പൗണ്ട്സ് നിങ്ങളുടെ എന്തിൽ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് കാർബൺ മോണോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, CH4 ആണ് മീഥെയിൻ, മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഓക്സൈഡ്. നിങ്ങളോട് പറഞ്ഞു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഓഫ് ദിയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ആ ടേബിളിൽ നിങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി തന്നിട്ടുണ്ടല്ലോ, യു ക്യാൻ സീ ദ ടേബിൾ ഹിയർ. അതിൽ കാർബണിൻ്റെ എത്രയാണ്, ഓക്സിജൻ്റെയും തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ നമുക്കറിയാം 3.44 ആണ് അതിൽ, ആൻഡ് കാർബൺ ഇസ് 2.55. അപ്പം നമ്മൾ എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഹയർന്ന് ലോവർ നമ്പറിലേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഹയർ നമ്പറിൽ നിന്ന് ലോവർ നമ്പറിലേക്ക് സബ്ട്രാക്ട് ചെയ്ത് വി ഫൗണ്ട് ഇറ്റ് വാസ് 0.89. പിന്നെ സോഡിയം ക്ലോറൈഡ്, അതിലെ ക്ലോറിൻ ഇറ്റ് ഇസ് 3.16 ആൻഡ് സോഡിയം ഇസ് 0.93. ഡിഫറൻസ് കണ്ടുപിടിച്ചു, 2.23 കിട്ടി. ദെൻ CH4 കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. കാർബൺ ഇസ് 2.55 ആൻഡ് ഹൈഡ്രജൻ ഇസ് 2.24 ആൻഡ് ദി വാല്യൂ ഇസ് 0.35. പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, അതിൽ ക്ലോറിൻ ഇറ്റ് ഇസ് മഗ്നീഷ്യം 3.16 ആൻഡ് ക്ലോറിൻ ഇസ് 1.31. Chlorine is 3.16 and magnesium is 1.31, and sodium oxide oxygen is 3.44 and sodium is 0.93. ഇതാണ് നമുക്ക് കിട്ടിയ അതിൻ്റെ ഡിഫറൻസ് കണ്ടപ്പം ഇവരൊരു ജനറലൈസേഷൻ പറയാണ്. ഇഫ് ദ വാല്യൂ ഇസ് 1.7 ആൻഡ് എബവ് 1.7 അതിൻ്റെ മുകളിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്ന എല്ലാവരും അയോണിക് കോമ്പൗണ്ട്സ്. എന്താണ് അയോണിക് കോമ്പൗണ്ട്? ഇലക്ട്രോ നെഗറ്റിവിറ്റിൻ്റെ ഡിഫറൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 2 എലിമെൻ്റ് ഉണ്ട്, അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഇഫ് ഇറ്റ് ഇസ് ദ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1.7 ദെൻ ദേ വിൽ ഫോം അയണിക് കോമ്പൗണ്ട്. ആൻഡ് ഇഫ് ദ വാല്യൂ ഇസ് ലെസ് ദാൻ 1.7 കുറവാണെങ്കിൽ ദേ വിൽ ഫോം കോവാലൻ്റ് കോമ്പൗണ്ട്. എന്താണ് 1.7 വലുതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, കാർബൺ മോണോക്സൈഡ് അവരെന്താണ് 1.7 കുറവാണ്. സോ ദേ വിൽ ഫോം എന്ത് ബോണ്ടാണ്? കോവാലൻ്റ് കോമ്പൗണ്ട് ആണ് അവർ ഫോം ചെയ്യുക. സോഡിയം ക്ലോറൈഡ് ദ വാല്യൂ ഇസ് 2.23 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1.7. 1.7 വലുതാണെങ്കിൽ ദേ വിൽ ഫോം അയോണിക്
compound. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇഫ് they are giving the electronegativity value, if you have to find out whether it's an ionic or a covalent bond. Then comes CH4, 0.35. 0.35 1.7 കുറവാണ്. So it is covalent compound. Magnesium chloride is 1.85. It is greater than 1.7. So we can say it forms ionic compound. And sodium oxide with the value is 2.51, and it is also forming ionic compound. So by determining the value of electronegativity, we can find out what type of compounds are formed by these elements. Clear ആവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇലക്ട്രോനെഗറ്റിവിറ്റി തന്നിട്ട് find out whether that is ionic compound or covalent compound. Ionic compound എപ്പോഴാണ് 1.7നേക്കാളും വലിയ ആൾക്കാരാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഫോം അയണിക് കോമ്പൗണ്ട്. 1.7നേക്കാളും കുറവാണെങ്കിൽ ദേ വിൽ ഫോം കോവലന്റ് കോമ്പൗണ്ട്. ഇത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായോ? ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് മറക്കരുത് കേട്ടോ. ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. അതിനായിരിക്കും എലിമെൻറ്റ്സിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് അട്രാക്ട് ചെയ്യാനുള്ള, അതായത് പെയേർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും പവർ ഉള്ളത് ഫ്ലോറിനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇവരെ സൈസ്, ഈ ഒരു ആറ്റത്തിൻ്റെ സൈസ് വളരെ ഫാക്ടറാണ് ഇതിൽ. പിന്നെ പ്രോട്ടോൺ നമ്പർ, ഇവരെ ന്യൂക്ലിയർ ചാർജ്, ഇതൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബട്ട് നിങ്ങൾ പഠിക്കും ഓരോ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എലിമെൻ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നമുക്ക് കിട്ടിയത്. അതായത് അവരുടെ സൈസ് വലിയൊരു ഫാക്ടറാണ്. രണ്ടാമത്തേത് അവരെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ നമ്പർ, ഇലക്ട്രോൺ എല്ലാം ഫാക്ടർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റീൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മൾ പോളാർ നേച്ചർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ കഴിഞ്ഞ് വലിയ ക്ലാസ് 11th പറയും ബിക്കോസ് ഓഫ് ഇറ്റ്സ് പോളാർ നേച്ചർ ദ കോമ്പൗണ്ട് ഇസ് സോളബിൾ ഇൻ വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്താണ് ഈ പോളാർ നേച്ചർ എന്നല്ലേ. പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പം നമ്മൾ ഇവർ രണ്ടാണ് അപ്പം നമ്മളിതാ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ടെൻഡൻസി ടു അക്സെപ്റ്റ് അല്ലെങ്കിൽ ടു അട്രാക്ട് എൻ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് 2.20. ക്ലോറിൻ്റെത് 3.16. എത്രയാണ് ക്ലോറിൻ്റെ? 3.16. അപ്പം 3.16ഉം ഇയാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.20 ഇവിടെ ഇവർ തമ്മിൽ ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയർ ഉണ്ട് കേട്ടോ. ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ രണ്ടാൾക്കും ഒരേ പവറാണോ? അല്ല. രണ്ടാൾക്കും രണ്ട് ടെൻഡൻസി. രണ്ടാൾക്കും ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷേ ഇവിടെ ആർക്കാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി? ക്ലോറിന് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ അട്രാക്ട് ചെയ്യാനുള്ള പവർ ഇയാൾക്ക് കൂടുമ്പം ഈ പെയേർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിന് എവിടേക്ക് മൂവ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക? ഈ ക്ലോറിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാല്ലേ. അട്രാക്ഷൻ കൂടുമ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക? ക്ലോറിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുക. ക്ലോറിൻ്റെ കൂടെ പോയി നില്ല, ബട്ട് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ക്ലോസ് ടുവേർഡ്സ് ദി ക്ലോറിൻ ആറ്റം. അപ്പം ക്ലോറിൻ്റെ കയ്യിൽ ഹൈഡ്രജൻ്റെയും കൂടെ ഇലക്ട്രോൺ വരിക അല്ലേ. ഇവരെങ്ങനെ ബോണ്ടിങ് ഉണ്ടാക്കിയ രണ്ടാളുടെ കയ്യിൽ ഇലക്ട്രോണും കൂടെ കൂടിയിട്ടായിരുന്നു. ഇപ്പം എന്ത് പറ്റി? ക്ലോറിൻ്റെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും കൂടെ ക്ലോറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ക്ലോറിന് അവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. ഫുള്ളായിട്ട് പോസിറ്റീവ് ചാർജ് ഐ മീൻ നെഗറ്റീവ് ചാർജ് വരും. കാരണം എന്താ? അതിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിന് പകരം എക്സ്ട്രാ ഒരു ഇലക്ട്രോണും കൂടെ അതിൻ്റെ അടുത്തേക്ക് വരും. ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചാർജ് വരും? നെഗറ്റീവ്. അപ്പം ക്ലോറിന് എന്തൊരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും. പാവം ഹൈഡ്രജൻ്റെ കയ്യിൽ ഇലക്ട്രോണും കൂടെ എവിടേക്കാണ് അട്രാക്ട് ചെയ്ത് പോയത്? ക്ലോറിൻ്റെ അടുത്ത്. ബോണ്ടിങ് പെയർ ആണേ, ബോണ്ട് ചെയ്ത ഇലക്ട്രോൺസ് മാത്രമാണ്. അപ്പോൾ പാവം ഈ ഹൈഡ്രജൻ എന്ത് പറ്റും? ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് വരും. ഈ സ്ലൈറ്റ് ആയിട്ടുള്ള വളരെ നെഗ്ലിജിബിൾ, വളരെ കുറഞ്ഞൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വരും. ഈ സ്ലൈറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽറ്റ എന്ന് പറഞ്ഞ സിമ്പിളാണ്. ഇതാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ സിമ്പിൾ. ഡെൽറ്റ പ്ലസ് ആൻഡ് ഡെൽറ്റ മൈനസ് ചെയ്ത് സ്ലൈറ്റ് പോസിറ്റീവ് ആൻഡ് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് എപ്പിയേഴ്സ് അറ്റ് ബോത്ത് ദീസ് എലിമെൻറ്റ്സ്. അപ്പോൾ ഇവർക്ക് എന്താ? ഒരു പോസിറ്റീവ് ചാർജും വന്നു, ഒരു നെഗറ്റീവ് ചാർജും വന്നു. അങ്ങനെ ആ ഒരു ചാർജിൻ്റെ വേരിയേഷൻ വന്നില്ല. ഇപ്പം ന്യൂട്രലായിരുന്ന കോമ്പൗണ്ടിൽ സ്ലൈറ്റ് ആയിട്ടൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വന്നു. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ ആണ് നമ്മൾ എന്ത് പറയും? പോളാർ കോമ്പൗണ്ട്. ബിക്കോസ് ദേ ആർ ഹാവിങ് എ സ്ലൈറ്റ് പോസിറ്റീവ് ആൻഡ് negative charge because of the difference in the electronegativity of the element. The more electronegative elements will attract the electron pair towards it, thereby it gains a slight negative charge and the other elements have a slight positive charge, and such type of compounds are known as polar compounds.
കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇതേപോലത്തെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലേ? ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ആവുന്നത്? 2 ഹൈഡ്രജൻ ആറ്റം. ഈ 2 ഹൈഡ്രജൻ ആറ്റം, ഇതിനും 2.20 ആണ് ഇതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതിനും 2.20. അപ്പോൾ ഇവരെ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിന് രണ്ടാക്കും ഒരേ അട്രാക്ഷൻ അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? രണ്ടാക്കും ഒരേ പവർ ആകുമ്പം അത് നടുക്ക് തന്നെ നിൽക്കും. സോ ദേ ഡോണ്ട് ഹാവ് എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് ചാർജ്. ഇവർക്ക് എന്തില്ല? ഒരു പോസിറ്റീവും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല. ബോത്ത് ആർ ഹാവിങ് ദി സെയിം എന്താണ്? സെയിം ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഇവരെന്താ? ദേ ആർ നോട്ട് ഷോയിങ് എ സ്ലൈറ്റ് പോസിറ്റീവ്. സോ ദേ ആർ നോട്ട് പോളാർ ഇൻ നേച്ചർ. അവരെന്തല്ല? ഒരു പൊളാരിറ്റി ഇല്ല. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് അവർക്ക് ഇല്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ പൊളാരിറ്റി കാരണം ഇവർക്ക് കുറേ അധികം പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈ പോളാർ നേച്ചർ ഉള്ളത് കൊണ്ട് ദീസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആർ മെനി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അവർക്ക് കുറച്ച് ജനറലായിട്ട് കുറച്ച് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കാരണം ടോട്ടലി ന്യൂട്രൽ ആയിരിക്കുന്ന ആൾക്കാരല്ല, അവർക്ക് എന്താ ഒരു ചെറിയൊരു പോസിറ്റീവും നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതാണ് പോളാർ നേച്ചർ എന്ന് പറയുന്നത്. ഈ പോളാർ നേച്ചർ കാണിക്കുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ആണ് HBr, HF, H2O വാട്ടർ, അമോണിയ. ഇവർക്കൊക്കെ എന്തുണ്ട്? പോളാർ നേച്ചർ ഉണ്ട്. ദേ ആർ ഡെവലപ്പിംഗ് എ ബോത്ത് പോസിറ്റീവ് ആൻഡ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഈ ഒരു പോളാർ നേച്ചർ ഇങ്ങനെ ഒരു അട്രാക്ഷൻ കൊണ്ട് മാത്രമല്ല, അവരുടെ ഷേപ്പ് കൊണ്ടും ഈ ഒരു പോളാർ നേച്ചർ കാണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം H2O ആണ്. ശരിക്കും H2O എന്ന് പറഞ്ഞൊരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബെൻറ്റ് ഷേപ്പാണ്. അതേപോലെ അമോണിയ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനുള്ളത് ഒരു ടെട്രാഹൈഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ടെട്രാഹൈഡ്രൽ ഷേപ്പാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ ഇതും ഈ ഒരു ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഓൾസോ എ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ദി പോളാർ നേച്ചർ. ഇവരുടെ ഷേപ്പ് കൊണ്ടും എന്തുണ്ട്? ഇവർക്കൊരു പോളാർ നേച്ചർ വരുന്നുണ്ട്. അപ്പം വെറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൊണ്ട് മാത്രമല്ല ദ കോമ്പൗണ്ട്സ് ഓഫ് ദ മോളിക്യൂൾസ് ആർ എക്വയറിങ് എ പോളാർ നേച്ചർ. അവരെന്താണ്? അവരുടെ ഷേപ്പും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? വെരി സിമ്പിൾ. ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് എ പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ലിനസ് പോളിംഗ് ആണ് ഒരു സ്കെയിൽ കൊണ്ടുവന്ന് 0 to 4 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഇനി എലിമെൻസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിൻ്റെ ഡിഫറൻസ് നോക്കും. ഡിഫറൻസ് നോക്കിയിട്ട് 1.7 ലെസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? കോവലന്റ് കോമ്പൗണ്ട്. കൂടുതലാണെങ്കിൽ എന്താണ്? ഇറ്റ്സ് അയണിക് കോമ്പൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് പോളാർ നേച്ചർ? വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താണ് പോളാർ നേച്ചർ, എന്താണ് പോളാർ കോമ്പൗണ്ട്സ് എന്നുള്ളത് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമ്മൾ അയണിക് കോമ്പൗണ്ട്സും കോവലന്റ് കോമ്പൗണ്ട്സും പഠിച്ചു. ഇനി ഈ 2 കോമ്പൗണ്ട്സിൻ്റെയും കുറച്ച് ജനറലായിട്ട് അയണിക് കോമ്പൗണ്ട്സ് മാത്രം കാണിക്കുന്ന കുറേ പ്രത്യേകതകളുണ്ട്, കോവലന്റ് കോമ്പൗണ്ട്സ് മാത്രം കാണിക്കുന്ന കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വെരി സിമ്പിളാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അയണിക് കോമ്പൗണ്ട് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഇസ് എൻ അയണിക് കോമ്പൗണ്ട്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് വാക്സ് എന്തിനാ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു ഡിഫറൻസ് പഠിക്കുമ്പോൾ എളുപ്പം. വാക്സ് നമ്മൾ കാൻഡിലിൻ്റെ ഒക്കെ വാക്സ് ഇല്ലേ, അപ്പോൾ അതാണ്. അതും സോഡിയം ക്ലോറൈഡ്. കാൻഡിലിൻ്റെ വാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോവലന്റ് കോമ്പൗണ്ട്. അതൊരു കോവലന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ഇതാ C31H2. അതിൻ്റെ ജനറൽ ഫോമുല വേരി ചെയ്യും. നിങ്ങൾക്ക് എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാർബൺ ഹൈഡ്രോജനുള്ള ഒരു കോമ്പൗണ്ട് ഒരു വാക്സിൻ്റെ ഫോമുല എഴുതിയത്. ആൻഡ് സോഡിയം ക്ലോറൈഡ് ഇറ്റ്സ് എൻ അയണിക് കോമ്പൗണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ അയണിക് കോമ്പൗണ്ടും കോവലന്റ് കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം നിങ്ങൾക്ക് വാക്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മെഴുകിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. സോഡിയം ക്ലോറൈഡ് അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, അവർ രണ്ടാളെയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് അയണിക് ആൻഡ് കോവലന്റ് കോമ്പൗണ്ട്. ഇപ്പം നമ്മൾ നോക്കുക അവരുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി, അതായത് ഏത് സ്റ്റേറ്റിലാണ് അവർ കാണുക എന്നുള്ളത്. അയണിക് കോമ്പൗണ്ട്സ്, നമ്മൾ അയണിക് കോമ്പൗണ്ട് എക്സാമ്പിൾ എടുത്തത് നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഉപ്പ് ഏതിലധികവും കാണുക? സോളിഡ് സ്റ്റേറ്റിൽ. കോവലന്റ് കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പോലത്തെയൊക്കെ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ മീൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാറുണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അമോണിയ ഒക്കെ എന്താ കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. പിന്നെ സോളിബിലിറ്റി ഇൻ വാട്ടർ, ജനറലി സോളിബിൾ ഇൻ വാട്ടർ ആണ്. അയണിക് കോമ്പൗണ്ട്സ് ഉപ്പ് വെള്ളത്തിൽ സോളിബിൾ ആണ്. അങ്ങനെ ചിന്തിച്ചോളൂ. കോവലന്റ് കോമ്പൗണ്ടായി നമ്മൾ എന്താ എക്സാമ്പിൾ എടുത്ത വാക്സ് അല്ലേ, വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻഡിലിൻ്റെ ഒക്കെ മെഴുക്. അപ്പം അതെന്താണ്? വാട്ടറിൽ ഇൻസോളിബിളാണ്. ബട്ട് ദേ ആർ സോളിബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് കെറോസിൻ, CCl4, ബെൻസീൻ. അതിലൊക്കെ എന്താണ്? അവർ സോളിബിൾ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ദി ആർ ഏതാണ്? അയണിക് കോമ്പൗണ്ട്സ് കണ്ടക്ട് ചെയ്യും. എപ്പം എന്നറിയോ? ഒന്നെങ്കിൽ അവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ മോൾട്ടൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഉരുകിയ സ്റ്റേറ്റിൽ, അതായത് അവർ ഡയറക്റ്റ് സോളിഡ് അല്ല, അവർ ജസ്റ്റ് ഒന്ന് മെൽറ്റായ സ്റ്റേറ്റിലാണ് നമ്മൾ മോൾട്ടൻ എന്ന് പറയാം.
ബട്ട് കോവലൻറ്റ് കോമ്പൗണ്ട് ജനറലി ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇനി മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റ് അവരെപ്പം മെൽറ്റ് ചെയ്യും എപ്പം ബോയിൽ ചെയ്യും എന്നുള്ളതാണ് അല്ലേ. അത് ഒരു ടെമ്പറേച്ചർ കൊടുത്താൽ നമുക്കറിയാലോ വെള്ളം ബോയിൽ ആവുന്നുണ്ട്, ഐസ് മെൽറ്റ് ആവുന്നു. അപ്പം ഈ അയണിക് കോമ്പൗണ്ട്സിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആവും കമ്പയർഡ് ടു കോവലൻറ്റ് കോമ്പൗണ്ട്. കോവലൻറ്റ് കോമ്പൗണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് നല്ല ടെമ്പറേച്ചർ വേണം മെൽറ്റ് ആവാനോ, സോളിഡ് സബ്സ്റ്റൻസ് മെൽറ്റ് ആവാനോ, അല്ലെങ്കിൽ ലിക്വിഡ് സബ്സ്റ്റൻസ് ബോയിൽ ആവാനോ. കോവലൻറ്റ് കോമ്പൗണ്ട്സ് എന്താ യൂഷ്വലി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ വീട്ടിലെ ഉപ്പും മെഴുകും രണ്ടും ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കും, ഒന്ന് സോളിഡ് സ്റ്റേറ്റിലാണ്, മെഴുക് നമുക്ക് ഉരുക്കിയ ലിക്വിഡാണ്. അപ്പം നമ്മൾ ഇതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും കോവലൻറ്റ് കോമ്പൗണ്ട്സിനെ കാണാറുണ്ട്. വെള്ളത്തിൽ നമുക്കറിയാം ഉപ്പ് സോളബിളാണ്. ഉപ്പ് എന്താ അയണിക് കോമ്പൗണ്ട് ആണ്. വാക്സ് എന്താണ് ഇൻസോളബിൾ ഇൻ വാട്ടർ ആണ്, ബട്ട് സോളബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണ്. ഉപ്പ് എന്ന് പറയുന്ന ആൾ അതായത് അയണിക് കോമ്പൗണ്ട്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഐദർ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്, അതായത് ഇൻ ദ എക്വസ് സ്റ്റേറ്റ് ഓർ ഇൻ ദ മോൾട്ടൻ സ്റ്റേറ്റ്, ഉരുകിയ സ്റ്റേറ്റിൽ കോവലൻറ്റ് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യില്ല ഇലക്ട്രിസിറ്റീനെ. മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അയണിക് കോമ്പൗണ്ട്സിൻ്റെ ഹൈ ആണ്, കോവലൻറ്റ് കോമ്പൗണ്ട്സിന് യൂഷ്വലി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കുറച്ച് എക്സാമ്പിൾ നമ്മുടെ മനസ്സിലങ്ങ് ആലോചിച്ച് വെച്ചാൽ കോവലൻറ്റ് കോമ്പൗണ്ട്സ് നമുക്കറിയാം, അമോണിയ ഉണ്ട് അല്ലേ, HF ഉണ്ട്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ നന്നായി ഒന്ന് പഠിക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം കമൻസിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ എക്സാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യം SSLCൻ്റെ എക്സാം നടത്തുന്നുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ. സോ നിങ്ങളെയും നമ്മൾ എക്സാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇഫ് യു ഹാവ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗിവ് എ കമൻറ്റ് ഇൻ മൈ കമൻറ്റ് ബോക്സ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.